ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിക്കുവാനുള്ള ചില മാർഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഷുഡിൻ്റെ പ്രധാനപ്പെട്ട യൂസുകൾ, അതായത് ഷുഡ് ചേർത്തിട്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായുള്ള ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡേ 1 എന്ന രീതിയിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, 1-2 വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി യൂസിങ് സെൻറ്റൻസസ് എങ്ങനെയൊക്കെയാണെന്നാണ് ആ ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഷുഡ് എന്ന ഒരു ഓക്സിലറി വെർബ് ഒരു കാര്യം ചെയ്യണം എന്ന് പറയുവാനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നീ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്യണം, നിങ്ങൾ പോകണം, അല്ലെങ്കിൽ സത്യം പറയണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നിങ്ങൾ പോകണം എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് ഗോ. നീ അല്ലെങ്കിൽ നിങ്ങൾ യു ആണെന്നറിയാം, പോവുക എന്നുള്ളത് ഗോ ആണെന്നറിയാം. അപ്പോൾ നിങ്ങൾ പോകണം വളരെ പെട്ടെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത് യു ഷുഡ് ഗോ. നിങ്ങൾ പഠിക്കണം, യു ഷുഡ് സ്റ്റഡി. നിങ്ങൾ കളിക്കണം, യു ഷുഡ് പ്ലേ. കണ്ടോ? അപ്പോൾ നിങ്ങൾ പോകണോ എന്നാണെങ്കിലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് തിരിച്ച് പറഞ്ഞു നോക്കൂ. ആ ഷുഡിനെ ആദ്യം എടുത്തിട്ട് ഷുഡ് യു ഗോ, നിങ്ങൾ പോകണോ. കണ്ടോ? നിങ്ങൾ പോകരുതെന്നാണെങ്കിലോ യു ഷുഡ് നോട്ട് ഗോ. ഷുഡിൻറ്റ്, ഷുഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഷുഡിൻറ്റ്. നിങ്ങൾ പോകണ്ടേ എന്നാണെങ്കിലോ ഷുഡിൻറ്റ് യു ഗോ, നിങ്ങൾ പോകണ്ടേ. പോകണം എന്നത് ഈ 4 രീതിയിൽ, അതായത് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്നാണെങ്കിൽ അനുസരിക്കുക എന്നുള്ളത് ഒബേ ആണ്. അപ്പോൾ ഷുഡ് കൂടെ ചേർക്കുമ്പോൾ ഷുഡ് ഒബേ. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് യു, മാതാപിതാക്കളെ എന്ന് പറയുമ്പോൾ പാരൻസ്. യു ഷുഡ് ഒബേ യുവർ പാരൻസ്. യു ഷുഡ് ഒബേ യുവർ പാരൻസ്. അപ്പം മാതാപിതാക്കളെ അനുസരിക്കണോ എന്നാണെങ്കിലോ ഷുഡ് യു ഒബേ യുവർ പാരൻസ്. അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കരുത്, യു ഷുഡിൻറ്റ് ഒബേ യുവർ പാരൻസ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ സെൻറ്റൻസുകൾ നമുക്ക് ഷുഡ് ചേർത്ത് പറയാം. അപ്പോൾ നിങ്ങൾ പോകണം, വരണം, കളിക്കണം, ചിരിക്കണം എന്നൊക്കെ പറയുന്നിടത്ത് യു ഷുഡ് ഗോ, യു ഷുഡ് ഒബേ, യു ഷുഡ് സ്റ്റഡി, യു ഷുഡ് പ്ലേ എന്നിങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരാളോട് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പോകണം എന്നുള്ളതാണെങ്കിൽ യു ഷുഡ് ഗോ. നിങ്ങൾ പോകേണ്ടതായിരുന്നു എന്നാണെങ്കിലോ യു ഷുഡ് ഹാവ് ഗോൺ. ഷുഡിൻ്റെ കൂടെ ഹാവ് ഉപയോഗിച്ചതിന് ശേഷം ആ വെർബിൻ്റെ 3ാമത്തെ ഫോം, ഗോയുടെ 3ാമത്തെ ഫോമായ ഗോൺ, യു ഷുഡ് ഹാവ് ഗോൺ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നീ പോകേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഗോൺ. അവൾ പോകേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് ഗോൺ. അവർ പോകേണ്ടതായിരുന്നു, ദേ ഷുഡ് ഹാവ് ഗോൺ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കാം. അവൻ പോകേണ്ടതായിരുന്നു, നമ്മൾ പറയുന്നു ഹി ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകേണ്ടതായിരുന്നു, ഷുഡ് ഹി ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഇനി പോകരുതായിരുന്നു, അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നല്ലേ. ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഷുഡിൻറ്റ് ഹാവ്, ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ. അപ്പോൾ അവൻ പോകേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകണമായിരുന്നു, ഷുഡ് ഹി ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ. അപ്പോൾ നമ്മളിപ്പോൾ 2 രീതിയാണ് പഠിച്ചത്. ഒരു കാര്യം നീ പോകണം എന്നാണെങ്കിൽ യു ഷുഡ് ഗോ. നീ പോകേണ്ടതായിരുന്നു എന്നാണെങ്കിലോ യു ഷുഡ് ഹാവ് ഗോൺ. അപ്പോൾ 2 ഫോം പഠിച്ചല്ലോ. ഇനി 3ാമത്തെ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. ആകേണ്ടതായിരുന്നു, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് പോകേണ്ടതായിരുന്നു, ഇത് ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കൊരു കാര്യം ഒന്ന് ആകേണ്ടതായിരുന്നു. അപ്പം നീ കുറച്ചുകൂടി ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു, അത് മറ്റൊരു രീതിയാണ്. ഓക്കെ, നീ കുറേ കൂടി ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു. അപ്പം എന്താ വരും അവിടെ? യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധാലു എന്നുള്ളതിന് കെയർഫുള്ളാണ്. അപ്പോൾ
ആകേണ്ടതായിരുന്നു. ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇത് നീ ഇങ്ങനെയൊക്കെ ആകേണ്ടതായിരുന്നു എന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ ഒരു നല്ല സ്വഭാവമുള്ളവനാകേണ്ടതായിരുന്നു, മര്യാദയുള്ളവനാകേണ്ട. മറ്റേ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ്. ഓക്കെ, ഇവിടെ നീ കുറെ കൂടി ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. എന്നാൽ അവർ കുറെ കൂടി മര്യാദയുള്ളവരാകേണ്ടതായിരുന്നു. ദേ ഷുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. നീ അവിടെ കൃത്യസമയത്ത് തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ ദെയർ ഇൻ ടൈം. അപ്പോൾ ഇന്ന് നമ്മൾ ഷുഡിൻ്റെ 3 യൂസേജുകളാണ് പഠിച്ചത്. നീ അവിടെ പോകണം, ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ ഷുഡ്, യു ഷുഡ് ഗോ. ഓക്കെ, എന്നാൽ നീ ഒരു കാര്യം അല്ലെങ്കിൽ നീ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എന്താവും, യു ഷുഡ് ഹാവ് ഗോൺ. എന്നാൽ നീ ഒന്നാകേണ്ടതായിരുന്നു, അതായത് നീ കുറെ കൂടി ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു എന്നാണെങ്കിൽ യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി എക്സർസൈസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ എക്സർസൈസ് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചെഴുതുക. ഈ 3 രീതിയിലുള്ള ഫോംസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം. നിങ്ങൾ കൃത്യനിഷ്ഠ ഉള്ളവനായിരിക്കണം. കൃത്യനിഷ്ഠയുള്ളവനുള്ളതെന്ന് പറഞ്ഞാൽ പങ്ക്ച്വലാണ്, പങ്ക്ച്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കണം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ, അതായത് നേരത്തെ എഴുന്നേൽക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, അവൾ ഒരു ഡോക്ടറെ കാണേണ്ടതായിരുന്നു. അവൾ ഒരു ഡോക്ടറെ കാണേണ്ടതായിരുന്നു. നെക്സ്റ്റ്, കുറേ പുസ്തകങ്ങൾ വാങ്ങേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വാങ്ങേണ്ടതായിരുന്നു. കുറേ പുസ്തകങ്ങൾ ഞാൻ വാങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ഷുഡും ഷുഡ് ഹാവിൻ്റെയും യൂസേജ് ഉണ്ട്, പിന്നെ ഷുഡ് ഹാവ് ബീൻ. നിങ്ങൾ അത്രയ്ക്കും ക്രൂരനാകരുതായിരുന്നു. ക്രൂരൻ എന്നുള്ളതിന് ക്രൂവൽ എന്നാണ്. നിങ്ങൾ അത്രയും കോപിഷ്ഠനാകരുതായിരുന്നു. ആകരുതായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആകേണ്ടതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ കുറെ കൂടി കരുണയുള്ളവനാകേണ്ടതായിരുന്നു. കുറെ കൂടി കരുണയുള്ളവനാകേണ്ടതായിരുന്നു. അത് കൈൻഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് ഷുഡ് ഹാവ് പ്ലസ് ഗോൺ, അതായത് V3 ഫോം ഓഫ് ദ വെർബ്. പിന്നെ പഠിച്ചത് ഏതാണ്, ഷുഡിൻ്റെ തന്നെ 3ാമത്തെ ഫോമായ ഷുഡ് ഹാവ് ബീൻ. അപ്പം ഒരു കാര്യം പോകണം, ചെയ്യണം, വരണം, കരയണം, ചിരിക്കണം, അല്ലെങ്കിൽ പഠിക്കണം, കളിക്കണം എന്നൊക്കെ പറയുന്നതിന് ഷുഡ് യൂസ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഒരു കാര്യം നീ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഒരാളെ പറ്റി പറയുമ്പോൾ അങ്ങനെ ആകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ് ബീൻ പ്ലസ് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഷുഡ് ഹാവ് ബീൻ ദെയർ. അതാണ് തേർഡ് ഫോം. അപ്പം ഷുഡിൻ്റെ 3 യൂസേജാണ് ഇന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഇതിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായി, അതായത് വളരെ ചെറിയ രീതിയിൽ ഡേ 3യിൽ കുറച്ചുകൂടി വിശാലമായിട്ട്, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.